വിദ്യാർത്ഥിനിയെ ഭീഷണിപ്പെടുത്തി തിരുവനന്തപുരം ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ. ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ പുറത്തായി. ആരോഗ്യമില്ലെങ്കിൽ എന്തിന് LLBക്ക് ചേർന്നുവെന്നാണ് ശബ്ദരേഖയിൽ ലക്ഷ്മി നായരുടെ ചോദ്യം. കണ്ടോണേഷനേ വേണ്ടാതെ പോകണമെന്ന് അതാണ് പറയാൻ വന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. അതൊന്നും താനാണോ തീരുമാനിക്കുന്നത്? ഇയാളെ ഇയർ ഔട്ട് ആക്കാൻ വെച്ചിരുന്ന കൊച്ചാണ് കേട്ടോ. അതിപ്പോ ചെയ്യേണ്ടത് അതാണ്. ഇയാളുടെ നമ്പർ പറ. 73 ക്ലാസ് ആണോ? വൈഷ്ണവി ഉണ്ണിത്താനെ ശരിക്കും പറഞ്ഞാൽ 9 ദിവസം എടുത്തു. 46 ദിവസം ഉള്ളൂ. 69 ആണ് വേണ്ടത്. അപ്പൊ എത്രയാണ് വേണ്ടത്? 4, 10 എവിടെ വേണം? 26 ദിവസം വേണം. 26 ദിവസം ഉള്ള ഒരു കുട്ടിക്ക് 10 ദിവസമേ ഇയാൾക്ക് ഇനി ബാലൻസ് ഉള്ളൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇയാളെ കളയല്ലേ വേണ്ടത്? ഇയർ ഔട്ട് ആക്കിയേക്കാം. പ്രശ്നം തോന്നുന്നല്ലോ. അതെല്ലാം പോയിട്ട് 10 ദിവസം കണ്ടോണേഷൻ കൊടുത്ത് എങ്ങനെയും കയറി പോട്ടെ എന്ന് പറഞ്ഞ് വേറെ എന്തോന്നൊക്കെ കൂടെ ഇതിനകത്ത് കയറ്റിയാണ് ശരിയാക്കിയത്. എന്തോന്നാണ് എനിക്ക് എക്സ്ട്രാ തരാമെന്ന് ഞാൻ പറഞ്ഞത്? മാഗസീൻ എഴുതിയെങ്കിൽ 10 ദിവസമൊക്കെ കൊടുത്താണ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പൊ അതും പോരാ. വളയമില്ലാതെ ചാടണം. ഒരു കാര്യം ഇയർ ഔട്ട് ആയേക്കാം. പ്രശ്നം തോന്നുന്നല്ലോ. തനിക്ക് ഒന്നും ചെയ്യേണ്ടത് കേട്ടോ. താൻ ഇങ്ങോട്ട് ഡിക്റ്റേറ്റ് ചെയ്യേണ്ട ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. തനിക്ക് 25 എത്ര പറഞ്ഞു? 25 ദിവസത്തിൽ കൂടുതൽ തനിക്ക് ഷോർട്ടേജ് ആണ്. തനിക്ക് 25 ദിവസം കടന്ന് തന്നെ വിടണോ? ഞാൻ മാഗസീനിന് 10 ദിവസം കണ്ണടച്ചുകൊണ്ട് തന്നു. എങ്കിലും കിടക്കണം 15 ദിവസത്തിൽ കൂടുതൽ. തനിക്ക് ഹെൽത്ത് പ്രോബ്ലം ആദ്യം അവസാനം ഉണ്ട്. തനിക്ക് ഇത്ര ഹെൽത്ത് പ്രോബ്ലം ആണ് എന്തിട്ടോ വന്ന് അഡ്മിഷൻ എടുത്തത് LLBക്ക്? വല്ല ഡിഗ്രിക്ക് എങ്ങനെ ചേർന്നാൽ പോരായിരുന്നോ? തനിക്ക് ഇത്ര പ്രശ്നമുള്ള ഒരു കൊച്ചാണെങ്കിൽ അഡ്മിഷൻ കൊടുക്കില്ലായിരുന്നല്ലോ. അന്ന് തന്ത കയറി ഇറങ്ങി നടന്നാണ് അഡ്മിഷൻ വാങ്ങിച്ചത്. ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് ജീവിതകാലം മുഴുവൻ ഒരു പുരുഷനാണ്. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ്? ഇനിയും ഞാൻ പറയാം. അടുത്ത സെമസ്റ്ററിൽ ഇയാൾ ഇയർ ഔട്ട് ആവുകയും ചെയ്യും. ഇതാണ് അവസ്ഥയെങ്കിൽ കേട്ടല്ലോ. അല്ലാതെ ഹെൽത്ത് റീസൺ ആണ് അതുകൊണ്ട് വളയമില്ലാതെ ചാടണം. ഒരു കാര്യം ചെയ്യും, യൂണിവേഴ്സിറ്റി ചെന്ന് റിക്വസ്റ്റ് കൊടുക്കുക. ഹെൽത്ത് റീസൺ ഉള്ള കുട്ടിയാണ്, തനിക്ക് 50% അറ്റൻഡൻസ് ഉണ്ടെങ്കിലും വിടാനുള്ളൊരു സ്പെഷ്യൽ പെർമിഷൻ മാറ്റുണ്ടാവും കേട്ടോ. എല്ലാ വർഷവും കടത്തി വിടാം. 50% വരെ. ശരി. വിശദാംശങ്ങൾ ജസ്റ്റിന തോമസ് നൽകും. ജസ്റ്റിന, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു ശബ്ദരേഖയുടെ വിശദാംശങ്ങൾ എന്താണ്? ജോൺ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തനിക്ക് ക്ലാസ്സിൽ ഹാജരാകാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതിക്കണം എന്ന് ആവശ്യപ്പെട്ട് വൈഷ്ണവി ഉണ്ണിത്താൻ എന്ന വിദ്യാർത്ഥിനി പ്രിൻസിപ്പലിനെ സമീപിച്ചപ്പോൾ അവർ സംസാരിക്കുന്ന ഭാഷയാണ് നമ്മളിപ്പോൾ ഈ ശബ്ദരേഖയിലൂടെ കേട്ടത്. വളരെ മോശമായ പരാമർശങ്ങൾ തന്നെയാണ് ഈ വിദ്യാർത്ഥിനിയോട് പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ നടത്തിയിരിക്കുന്നത്. ആരോഗ്യമില്ലെങ്കിൽ എന്തിനാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന വിദ്യാർത്ഥിനി പറയുമ്പോൾ ആരോഗ്യമില്ലെങ്കിൽ എന്തിനാണ് LLBക്ക് ചേർന്നത്? തനിക്ക് പോയി വല്ല ഡിഗ്രിക്കും ചേർന്നുകൂടായിരുന്നോ എന്നാണ് അവർ ചോദിക്കുന്നത്. വളയമില്ലാതെ ചാടാൻ നോക്കുകയാണ് തുടങ്ങിയ പദപ്രയോഗങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ പിതാവ് കയറി ഇറങ്ങി നടന്നതുകൊണ്ടാണ്, തന്റെ അടുത്ത് കയറി ഇറങ്ങി നടന്നിട്ടാണ് അഡ്മിഷൻ നൽകിയത്, തന്നെ ഇയർ ഔട്ട് ആക്കും തുടങ്ങിയ വലിയ ഭീഷണിയുടെ തരത്തിലുള്ള ഒരു സംസാരമാണ് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഈ ശബ്ദരേഖ കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാണ്. ഈ ഒരു രീതിയിലൊന്നുമല്ല, ഒരു വളരെ മോശമായ പദപ്രയോഗങ്ങൾ തന്നെയാണ് ഈ ശബ്ദരേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന. ഈ വിദ്യാർത്ഥിനിയോട് വളരെ മോശമായി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ സംസാരിച്ചു എന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ലോ അക്കാദമി സമരം നടത്തുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം, പ്രിൻസിപ്പൽ വളരെ മോശമായി സംസാരിക്കുന്നു, മോശം പദപ്രയോഗങ്ങൾ നടത്തുന്നു, അതുപോലെ തന്നെ ജാതീയമായി ആക്ഷേപിക്കുന്നു തുടങ്ങിയ പരാതികളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ജോൺ. ശരി ജസ്റ്റിന, ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ ശബ്ദരേഖ വിദ്യാർത്ഥിയോട് വളരെ മോശമായി പെരുമാറുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ കേട്ടത്. ശബ്ദരേഖയിലേക്ക് വീണ്ടും. തനിക്ക് ഹെൽത്ത് പ്രോബ്ലം ആദ്യം അവസാനം ഉണ്ട്. തനിക്ക് ഇത്ര ഹെൽത്ത് പ്രോബ്ലം ആണ് എന്തിട്ടോ വന്ന് അഡ്മിഷൻ എടുത്തത് LLBക്ക്? വല്ല ഡിഗ്രിക്ക് എങ്ങനെ ചേർന്നാൽ പോരായിരുന്നോ? തനിക്ക് ഇത്ര പ്രശ്നമുള്ള ഒരു കൊച്ചാണെങ്കിൽ അഡ്മിഷൻ കൊടുക്കില്ലായിരുന്നല്ലോ. അന്ന് തന്ത കയറി ഇറങ്ങി നടന്നാണ് അഡ്മിഷൻ വാങ്ങിച്ചത്. ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് ജീവിതകാലം മുഴുവൻ ഒരു പുരുഷനാണ്. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ്? ഇനിയും ഞാൻ പറയാം. അടുത്ത സെമസ്റ്ററിൽ ഇയാൾ ഇയർ ഔട്ട് ആവുകയും ചെയ്യും. ഇതാണ് അവസ്ഥയെങ്കിൽ കേട്ടല്ലോ. അല്ലാതെ ഹെൽത്ത് റീസൺ ആണ് അതുകൊണ്ട് വളയമില്ലാതെ ചാടണം. ഒരു കാര്യം ചെയ്യും, യൂണിവേഴ്സിറ്റി ചെന്ന് റിക്വസ്റ്റ് കൊടുക്കുക. ഹെൽത്ത് റീസൺ ഉള്ള കുട്ടിയാണ്, തനിക്ക് 50% അറ്റൻഡൻസ് ഉണ്ടെങ്കിലും വിടാനുള്ളൊരു സ്പെഷ്യൽ പെർമിഷൻ മാറ്റുണ്ടാവും കേട്ടോ. എല്ലാ വർഷവും കടത്തി വിടാം. 50% വരെ. ശരി.